ജനുവരി 13 തിങ്കളാഴ്ച. മാർക്കോസ് 1:14 മുതൽ 20 വരെ വാക്യങ്ങൾ. ഞങ്ങൾ വീട്ടിൽ 3 ആൺകുട്ടികളായിരുന്നു. ഞങ്ങളുടെ വീട് പള്ളിയോട് വളരെ അടുത്തായിരുന്നതിനാൽ ഞങ്ങളിൽ ഒരാൾ പുരോഹിതനാകുന്നത് കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങളുടെ അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിൽ ആർക്കും പൗരോഹിത്യം സ്വീകരിക്കാൻ ആഗ്രഹമുണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ദിവ്യബലിയുടെ സമയത്ത് യേശു എന്നെ അവിടുത്തെ അനുഗമിക്കാൻ വിളിക്കുന്നതായി എനിക്ക് പെട്ടെന്ന് തോന്നി. വളരെ വ്യക്തവും നിർബന്ധിതവുമായിരുന്നു ആ തോന്നൽ. ഇല്ല എന്ന് പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. അതാണ് എൻ്റെ ദൈവവിളിയുടെ ആരംഭം. ഇന്നത്തെ സുവിശേഷത്തിൽ ആൻഡ്രൂവിൻ്റെയും ശിമയോൻ്റെയും യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും ദൈവവിളിയുടെ കഥകൾ നമ്മൾ കാണുന്നു. യേശു പോയ എല്ലായിടത്തും സ്വർഗരാജ്യത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ സമയം സമീപിച്ചിരിക്കുന്നുവെന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചു. സുവിശേഷത്തിൽ വിശ്വസിക്കാൻ യേശു ആളുകളെ ക്ഷണിച്ചു. യേശുവിൻ്റെ സന്ദേശം ശ്രദ്ധിച്ച ജനക്കൂട്ടത്തിൽ ആൻഡ്രൂവും ശിമയോനും ഉണ്ടായിരുന്നു. അവരെ തിരഞ്ഞെടുത്ത് തന്നെ അനുഗമിക്കാൻ യേശു അവരെ ക്ഷണിച്ചു. യേശുവിനെ കുറിച്ച് ശിമയോനെയും ആൻഡ്രൂവിനെയും ആഴത്തിൽ സ്പർശിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. അങ്ങനെ അവർ ഈ മനുഷ്യനെ അനുഗമിക്കാൻ തങ്ങളുടെ വലകളും വള്ളവും ഉപേക്ഷിച്ചു. അവർ നടന്നു പോകുമ്പോൾ യേശു യാക്കോബിനെയും യോഹന്നാനെയും കണ്ടു. അവരെയും തന്നെ അനുഗമിക്കാൻ വിളിച്ചു. അവരും തങ്ങളുടെ ഉപജീവന മാർഗവും കുടുംബവും വീടും ഉപേക്ഷിച്ച് ഈ സഞ്ചാര പ്രാസംഗികനെ അനുഗമിച്ചു. പ്രിയപ്പെട്ടവരെ, യേശു ഇന്ന് നിന്നെ തന്നെ അനുഗമിക്കാൻ ക്ഷണിക്കുകയാണോ? എന്തിനാണ് നമ്മൾ യേശുവിനെ അനുഗമിക്കുന്നത്? യേശു നിങ്ങൾക്ക് ആരാണ്? യേശു നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വാധീനം വരുത്തുന്നുണ്ടോ? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.